രാവിലെ 9 മണിക്ക് പത്തനംതിട്ടയിൽ ആരംഭിച്ച മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ പുറത്തുള്ള രോഗികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് മാർച്ച് നടത്തിയ ഇടതുപക്ഷ പ്രവർത്തകരെ പത്തനംതിട്ട ടൗണിൽ ഗാന്ധി സ്ക്വയറിന് മുന്നിൽ പോലീസ് തടയുകയുണ്ടായി. തടഞ്ഞ പ്രവർത്തകർ അവിടെ കുത്തിയിരിക്കുകയും പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമവുമുണ്ടായി. ഈ സമയം പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളിൽ കലാശിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പോഴും പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് സമരം നടത്തുന്നു എന്നതാണ് ഈ ജനസമ്പർക്ക പരിപാടിയിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ മാർച്ചിനെ കുറിച്ച് പറയാനുള്ളത്. എന്നാൽ ഇത്തരം ഒരു മാർച്ച് യാതൊരു തടസ്സവും ജനസമ്പർക്ക പരിപാടിക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം മുഖ്യമന്ത്രിക്ക് വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഏതാണ്ട് 2200-ലധികം പോലീസിനെ ഈ പ്രദേശത്ത് വിന്യസിച്ചുകൊണ്ട് 3 പോലീസ് ചീഫുമാരുടെ നേതൃത്വത്തിലുള്ള വലിയ സംഘമാണ്, 24 DYSPമാരും 40 CIമാരുടെയും നേതൃത്വത്തിലുള്ള വലിയ സംഘം തന്നെ ഇപ്പോൾ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് അതീവ സുരക്ഷ ഒരുക്കിക്കൊണ്ട് നടക്കുന്ന ജനസമ്പർക്ക പരിപാടി ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 454 പേരെയാണ് മുഖ്യമന്ത്രി ഇന്ന് നേരിട്ട് കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ 26 പേരെ ഇതുവരെയും മുഖ്യമന്ത്രി നേരിട്ട് കണ്ടിരിക്കുന്നു. അതിൽ 5,85,000 രൂപയും അനുവദിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ജനസമ്പർക്ക പരിപാടി യാതൊരു തടസ്സവുമില്ലാതെ ഇപ്പോഴും പത്തനംതിട്ട സെന്റ് സ്റ്റീഫൻസ് ഓഡിറ്റോറിയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു.